ഒഴിവാക്കും. പക്ഷേ കോട്ടയം ജില്ലയിൽ നിന്നും ഈ മാതാവ് ഇത് അറിയിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് ഹാർട്ട് സംബന്ധമായ ചില പ്രയാസങ്ങളുടെ വളരെ വർഷങ്ങൾ കടന്നു പോകുക. അപ്പോൾ അമ്മ കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ അമ്മയ്ക്ക് എല്ലാ ചെക്കപ്പും കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യം പേസ് മേക്കർ വെക്കണമെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അതിനുള്ള സാമ്പത്തികമായ വഴികളൊന്നും ഇവർക്ക് ഇല്ല താനും. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രേയിങ് കേരള നമുക്കറിയാം തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് ചാനലിലൂടെയും വൈകിട്ട് 7 മുതൽ 8 വരെ ഹാർവസ്റ്റ് കേരളത്തിലൂടെയും അപ്പോൾ തന്നെ ഈ സമയത്തെല്ലാം യൂട്യൂബിലൂടെ പ്രാർത്ഥന ലഭ്യമാണ്. ഈ സമയത്ത് ഇവർ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ തുടങ്ങി. അവർ ചേർന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിൽ ഈ വിഷയം പ്രേയിങ് കേരളയിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ച് നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷമുള്ള ചെക്കപ്പില്ല അതേ ഡോക്ടേഴ്സ് പറയാ പേസ് മേക്കറിന്റെ ആവശ്യമില്ല, യേശു അവർക്ക് സൗഖ്യം നൽകി കൊടുത്തു. തീർച്ചയായിട്ടും സമുദ്ര കർത്താവിൽ നമ്മൾ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് കർത്താവ് കാൽവറിയിൽ തികച്ചെടുത്ത സൗഖ്യം നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുവാനായിട്ട് കഴിയും. വാട്സാപ്പിലൂടെ ഒരു സഹോദരി അറിയിച്ചത് ഹസ്ബൻഡിന് ന്യൂമോണിയ വളരെ കൂടുതലായിട്ട്, ഷുഗറും വളരെ ഹൈ, അപ്പോൾ തന്നെ കോവിഡും ബാധിച്ച് വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്താണ് ഹസ്ബൻഡിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രേയിങ് കേരളയിൽ വിളിച്ചു പറഞ്ഞു. നമ്മൾ ഒരുമിച്ച് കുടുംബത്തോടു കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു പരിപൂർണ്ണ സൗഖ്യം നൽകി ഇപ്പോൾ ഭവനത്തിൽ എത്തിച്ചേർന്നു എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. ഇതും ന്യൂമോണിയ ബാധിച്ച ഒരു വിഷയമാണ്. ഇത് അമ്മയ്ക്ക് ന്യൂമോണിയ വന്നു. വളരെയധികം പ്രയാസത്തിലൂടെ ICUലായിരിക്കുന്ന സമയത്താണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ലീലാമ്മ പത്തനംതിട്ടയിൽ നിന്നും പ്രേയിങ് കേരളയിൽ പ്രാർത്ഥന വിഷയം അറിയിച്ച് നമ്മൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതകരമായ സൗഖ്യം അമ്മയ്ക്ക് നൽകി കൊടുത്തു. പ്രാർത്ഥിക്കാൻ എല്ലാവരോടും നന്ദി അറിയിച്ചിരിക്കുന്നു. വിദേശത്തേക്ക് കടന്നു പോകാൻ നാളുകളായിട്ട് ശ്രമിച്ചിട്ടും കഴിയാതിരുന്ന സമയത്തായിരുന്നു മലപ്പുറത്ത് നിന്നും ഒരു മാതാവ് പ്രേയിങ് കേരളയിൽ മകന്റെ വിഷയം പ്രേയിങ് കേരളയിൽ വിളിച്ചു പറഞ്ഞത്. ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ശ്രീമതിരെ അതിന്റെ ഫലമായിട്ട് എല്ലാ തടസ്സങ്ങളും മാറി കഴിഞ്ഞ ദിവസം ആമീൻ വിദേശത്ത് എത്തിച്ചേരുവാൻ കർത്താവ് സഹായിച്ചു എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്ന പല പ്രിയപ്പെട്ടവരുമുണ്ട്. പ്രത്യേകിച്ച് ന്യൂമോണിയ വന്നവരുണ്ട്. ഇപ്പോൾ തന്നെ കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നവരുണ്ട്. ശ്വാസം മുട്ടലിന് പ്രയാസം അനുഭവിക്കുന്ന, രാത്രി ഉറങ്ങുവാൻ കഴിയാതെ ശാരീരികമായ മാനസികമായ പലവിധമായ വെല്ലുവിളികളോടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇപ്പോൾ തന്നെ ഈ പ്രാർത്ഥന ഹോസ്പിറ്റലിൽ കടന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. ഭവനങ്ങളിൽ സൗഖ്യമില്ലാതിരിക്കുന്നുണ്ട്. യേശു ക്രൂശിൽ തയ്ച്ചെടുത്ത സൗഖ്യം ഓരോരുത്തരുടെ മേലും വരേണ്ടതിനായി നാം കുടുംബമായി ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ യേശുവേ നിന്റെ നാമത്തിൽ ഓരോ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ കോവിഡ് നിമിത്തം വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇപ്പോൾ തന്നെ അത്ഭുതകരമായ സൗഖ്യവും വിടുതലും അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ICUലായിരിക്കുന്നവരുണ്ട്, വെന്റിലേറ്ററിലായിരിക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള രോഗങ്ങൾ നിമിത്തം വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ ആമീൻ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ആ കുടുംബങ്ങളെ ഇപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അവിടുന്ന് കാൽവറിയിൽ തികച്ചെടുത്ത സൗഖ്യത്തെയും വിടുതലിനെയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അവരിലേക്ക് കൊണ്ടുവരുന്നു. അവർ സൗഖ്യമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ സീസണിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ യേശു അതിശയകരമായി വ്യക്തികൾക്ക് വിടുതലുകൾ നൽകി തരുന്നു. യേശുവാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കണം. സ്ത്രീ സമൂഹത്തെ മുഴുവനായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അവർ എല്ലാ നിലകളിലും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നാം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് വാക്കു പറഞ്ഞ യേശുവേ അവിടുത്തെ ആത്മാവിനെ ഓരോ സ്ത്രീയുടെ മേൽ കർത്താവ് പകരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥിക്കുന്ന സ്ത്രീ സമൂഹം ഞങ്ങളുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ലോകത്തിൽ നിന്നും എഴുന്നേറ്റ് വരട്ടെ. പ്രാർത്ഥിക്കുന്ന അമ്മമാര്, പ്രാർത്ഥിക്കുന്ന സഹോദരിമാര്, പ്രാർത്ഥിക്കുന്ന പെൺകുഞ്ഞുങ്ങൾ, പ്രാർത്ഥിക്കുന്ന യുവതിമാര് എഴുന്നേൽക്കട്ടെ. സമാധാനം ഉണ്ടാക്കുന്നവർ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ തലമുറകളെ പണിതെടുക്കുന്ന സ്ത്രീ സമൂഹം എഴുന്നേറ്റ് വരട്ടെ. പ്രത്യേകിച്ച് കർത്താവെ പാപ വഴികളിൽ കൂടെ സഞ്ചരിക്കുന്ന സ്ത്രീകൾക്ക് പരിശുദ്ധാത്മാവെ ഈ നാളുകളിൽ ഒരു രൂപാന്തരം, മാനസാന്തരം കർത്താവ് കൊടുക്കണം. യേശുവിൽ കൂടെ അവർ നീതി പാതകളിലേക്ക് മടങ്ങി വരുവാൻ അങ്ങനെയുള്ളവരെ കർത്താവ് തൊടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ തല കുനിഞ്ഞു പോയവരുണ്ട്, വേദനയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്, ഭർത്താക്കന്മാരുടെ ഫിസിക്കൽ മെന്റൽ അബ്യൂസ് അനുഭവിക്കുന്നവരുണ്ട്. കർത്താവെ അങ്ങനെയുള്ളവരെ യേശുവെ അവിടുന്ന് രക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തലയെ ഉയർത്തുന്ന യേശു ഉണ്ടെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം യേശുവെ അവരുടെ മേൽ കർത്താവിന്റെ കരം വെക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ടീനേജേഴ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കോളേജിൽ പഠിക്കുന്ന യുവതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹോസ്റ്റലിൽ ആയിരിക്കുന്ന യുവതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ സംരക്ഷണം കർത്താവെ ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾക്ക് ചുറ്റും അവിടെ നൽകി കൊടുക്കണം. ഭാരതത്തിലുള്ള റേപ്പ് മുതലായ എല്ലാവിധ കറപ്ഷൻ ഞങ്ങളുടെ സ്ത്രീ സമൂഹത്തിൽ നിന്നും കർത്താവ് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
സിനിമതരെ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. പ്രേയിങ് കേരള എന്ന കുടുംബത്തിൽ നിന്ന് വരുന്ന ഉപവാസ പ്രാർത്ഥന എല്ലാ മാസവും രണ്ടാമത്തെ ആഴ്ചയിൽ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 6 മുതൽ 7 വരെ, അതിനുശേഷം 11 മുതൽ 12 വരെയുള്ള സമയത്ത് ആണ് ഈ പ്രാർത്ഥന നടക്കുന്നത്. ഇൻ്റർനെറ്റിൻ്റെ സഹായം നമുക്ക് ഇല്ല എങ്കിൽ ഇത് താങ്കൾക്ക് എത്തിച്ചു തരുവാൻ ഒരു പരിധിവരെ വലിയ പ്രയാസമാണ്. എങ്കിലും അവിടുന്ന് സ്ക്രീനിൽ നിന്ന് ഞങ്ങൾ കാണപ്പെടുന്നില്ല എങ്കിലും എഴുന്നേറ്റ് പോകാതെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ലോകരാജ്യങ്ങളിൽ വ്യക്തികളുടെ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി ഇടിവിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ അഭിനന്ദിക്കുമ്പോൾ ഇന്ന് ഈ യേശുവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് പുരുഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിലായിരിക്കുന്ന ഓരോ പുരുഷനും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് അനുഗ്രഹിക്കപ്പെടേണ്ടത് നാം ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അതേ കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ പുരുഷ സമൂഹത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഭൂമിയിലുള്ള ഓരോ പുരുഷന്മാരും കർത്താവെ അവർ പ്രാർത്ഥിക്കുന്നവരായി മാറട്ടെ, അവർ ദൈവമുഖം അന്വേഷിക്കുന്നവരായി മാറട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ അടിമത്തങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ പുരുഷന്മാരുണ്ട് കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവർ സൗഖ്യവും സ്വാതന്ത്ര്യവും അനുഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബ തകർച്ചകളുടെ കടന്നു പോകുന്നവരുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ദൈവിക സമാധാനം അവർക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവിധ കേസുകളിൽ അകപ്പെട്ട് ജയിലുകളിൽ അടയ്ക്കപ്പെട്ടവരുണ്ട് കർത്താവെ, ഇപ്പോൾ തന്നെ അവർ അതിൽ നിന്ന് പുറത്തു വരട്ടെ കർത്താവെ. യേശുവേ, നിന്റെ നാമത്തിൽ പുരുഷ സമൂഹത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ സ്വാതന്ത്ര്യം, അങ്ങ് നൽകുന്ന വിടുതലും കർത്താവെ സമാധാനവും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സാമ്പ്രദായ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു വിടുതലിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇവർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീട്, വർഷങ്ങളായിട്ട് അവർ താമസിച്ചുകൊണ്ടിരിക്കുക. അതിലൊരു കേസ് വന്നപ്പോൾ അവർക്ക് ആ വീട്ടിൽ നിന്നും ഇറങ്ങി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുത്ത് സാമ്പ്രദായ 18 വർഷത്തോളം അവർക്ക് ആ വീടിനകത്ത് കയറാൻ പറ്റാതെ, അവർക്ക് ആ കോമ്പൗണ്ടിൽ പോലും കയറാൻ പറ്റുന്നില്ല. കോമ്പൗണ്ടിൽ കയറിയാൽ അത് വേറെ ഒരു കേസാവും. അങ്ങനെ അവർ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ 18 വർഷങ്ങളായി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ പ്രേയിങ് കേരളയിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. പ്രേയിങ് കേരളയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും കർത്താവ് മറുപടി കൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ അവർ അവരുടെ വിഷയം പ്രേയിങ് കേരളയിലേക്ക് അറിയിച്ചു. അതിവിടെ അറിയിച്ചത് 18/10/2020, 18 വർഷമായിട്ട് നേരിട്ട വിഷയത്തിന് 18/10 കഴിഞ്ഞ മാസം ഇവിടെ അറിയിച്ചു. സാമ്പ്രദായ അന്നും അവൾ ആ 18 വർഷത്തെ കേസിൻ്റെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ആ 18 വർഷമായിട്ട് കേസ് ഉണ്ടായിരുന്നു, അത് 18-ാം തീയതിയിൽ പ്രാർത്ഥിക്കേണ്ടി അറിയിച്ചു. പക്ഷേ 30/10/2020 ഇവിടെ അറിയിച്ചത് ആ കേസ് അനുകൂലമായി അവർക്ക് അതിനകത്ത് കയറി താമസിക്കാനും പറ്റി. അവിടുന്ന് നമുക്ക് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ദൈവം 100 വർഷം കഴിഞ്ഞിട്ടല്ല യേശുവിൻ്റെ പ്രവൃത്തി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അവിടുന്ന് പ്രവർത്തിക്കുന്ന ഹാർട്ടിന് ഓപ്പൺ ഹാർട്ട് സർജറി വേണ്ടി വന്ന ഒരു സിറ്റുവേഷനിലാണ് ഇദ്ദേഹം ഹോസ്പിറ്റലിൽ പോകുന്നത്. 23 വർഷങ്ങൾ ഇതേ വിഷയത്തിൽ തന്നെ പ്രാവീണ്യമുള്ള ഒരു ഡോക്ടറാണ് ഈ സർജറിക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രമീകരണം അനുസരിച്ചാണ് ഇദ്ദേഹത്തെ ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഹാർട്ടിൻ്റെ വാൽവുകളൊക്കെ ചുരുങ്ങിപ്പോയിരുന്നു. പക്ഷേ ആ വിവരം തന്നെ അവർ പ്രേയിങ് കേരളയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിച്ചു. ഓപ്പറേഷൻ്റെ ദിവസം ഇതേ ഡോക്ടർ തന്നെ പരിശോധനകൾക്ക് തന്നെ വീണ്ടും വിധേയനാക്കുമ്പോൾ ആ വാൽവുകളെല്ലാം തന്നെ സൗഖ്യമായിരിക്കുന്നു. ഓപ്പറേഷന് കയറ്റിയ ആളിന് ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് വിട്ടു. പ്രാർത്ഥിച്ച് കർത്താവ് അവർക്ക് സൗഖ്യം കൊടുത്തു. പ്രാർത്ഥിച്ച കുടുംബാംഗങ്ങൾക്ക് നന്ദി സ്നേഹവും ഈ സന്ദർഭത്തിൽ അറിയിച്ചു. ഇതേപോലെ തന്നെ ഒരു വിഷയം തൃശ്ശൂരും ഇതുപോലെ തന്നെ സംഭവം തൃശ്ശൂരും നടന്നു. ഒരു സഹോദരിക്ക് 3 സർജറികൾ ചെയ്തു, എന്നിട്ടും അത് വിജയിച്ചില്ല. 4മതൊരു സർജറിക്ക് വേണ്ടി വിധേയമാകാൻ പോകുക. ഈ സമയത്ത് ആ സർജറി ചെയ്യാൻ വേണ്ടിയുള്ള ഡോക്ടർ വരെ വിദേശത്തു നിന്ന് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ തൃശ്ശൂർ കുടുംബയോഗം നടക്കുന്നത്. ആ സർജറി ചെയ്യേണ്ട വ്യക്തി അറിയാവുന്ന ഒരു കുടുംബം അവിടെ വന്നു. അവർ ആ പ്രാർത്ഥന വിഷയം പ്രേയിങ് കേരളയിൽ അറിയിച്ചു. നമ്മൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. അവർ സർജറിക്ക് അപ്പോൾ അഡ്മിറ്റായി കിടക്കും. പിറ്റേ ദിവസം സർജറി നടക്കും. പക്ഷേ അന്ന് ആ ഡോക്ടറും വിദേശത്തു നിന്ന് വന്നുവെങ്കിലും അന്ന് ഡോക്ടർ അതിന് മുമ്പ് ഒന്നുകൂടെ സ്കാൻ ചെയ്യാൻ പറഞ്ഞ് നോക്കിയപ്പോഴത്തേന് അവർക്ക് സർജറിയുടെ ഒരാവശ്യമില്ല. ആ വന്ന ഡോക്ടർ സർജറി ചെയ്യാതെ തന്നെ മടങ്ങി പോവുകയും ചെയ്തു. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞൊരു വിഷയം ഇതായിരുന്നു. 14 വർഷങ്ങളായിട്ട് ഇവർ വീടിന് തറ കെട്ടിയിട്ടിരിക്കുക. പല ജോലിക്കാരവിടെ വരുന്നു, അവർക്ക് ജോലി ചെയ്യാൻ പറ്റാതെ അവിടുന്ന് പോകുന്നു. മിസ്റ്റർ ജോസഫ് ഈ വിവരം നേരിട്ട് എന്നോട് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സിനിമതരെ ഈ വിഷയം ദൈവസന്നിധിയിൽ നമ്മൾ കുടുംബമായി പ്രാർത്ഥിച്ചു. കർത്താവ് അതിശയം പ്രവർത്തിച്ചു. 1 വർഷത്തിന് ഉള്ളിൽ തന്നെ
വീടിൻ്റെ സകല പണികളും പൂർത്തീകരിച്ച് ഐശ്വര്യമായിട്ട് അവിടെ പാർക്കുവാൻ കർത്താവ് ഇടയാക്കി നേരിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവം നമ്മോട് പങ്കിടുവാൻ ഇടയായി തീർന്നു. ഇന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കുന്ന ദൈവം, താങ്കൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്കറിയത്തില്ല, താങ്കൾ എന്ത് ജോലിക്ക് വേണ്ടിയാണ് ക്വാളിഫൈഡ് ആയിരിക്കുന്നത് എന്നും നമുക്കറിയത്തില്ല. എന്തുമാകട്ടെ, അടുക്കളയിൽ ചെയ്യുന്ന ജോലികൾ, കൃഷി സ്ഥലത്ത് ചെയ്യുന്നത്, ഫാക്ടറികൾ ചെയ്യുന്നത്, ബിസിനസ്സുകൾ, ഗവൺമെൻറ് ഓഫീസിൽ ആയിരിക്കുന്ന, സ്വകാര്യ മേഖലയിലായിരിക്കുന്ന, സ്വയമായിട്ട് ചെയ്യുന്ന ബിസിനസ് വരുമാന മാർഗങ്ങൾ, ആ സർവീസ് മേഖലകളിൽ, ആരോഗ്യരംഗത്ത്, എവിടെയുമാകട്ടെ നമ്മുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കുന്ന ദൈവം. ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് ജോലി നഷ്ടപ്പെടുകയും സാമ്പത്തിക പ്രതിബന്ധങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ അന്തരീക്ഷത്തിൽ ദൈവ തിരുവെഴുത്ത് നമുക്ക് ഉറപ്പ് നൽകുന്നു. ആവർത്തനം 28:8 നാം വായിക്കുന്നു, നമ്മുടെ ദൈവമായ യഹോവയുടെ കൽപ്പിക്കപ്പെട്ട അനുഗ്രഹം നിമിത്തം നമ്മുടെ കൈകളുടെ പ്രവൃത്തികളെ അവിടുന്ന് സാധ്യമാക്കും. മോശ 90-ാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയാ, നീയല്ലോ യഹോവേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കുന്നത്. ഇന്ന് ആ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി എൻ്റെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കണമേ. Come on, let that be the prayer of our hearts today. Lord, establish the work of my hands, Lord. Establish the work of my hands, Lord. നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ സമയത്ത് കർത്താവേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കുന്ന കർത്താവേ, അവിടുന്ന് കർത്താവേ ഓരോ കുടുംബങ്ങളില് ഓരോ വ്യക്തികളോട് കൂടെ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും യേശു കർത്താവേ അവിടുന്ന് കർത്താവേ ഒരു 100 മേനി ഫലം കർത്താവ് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ ആരോഗ്യ രംഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഹോസ്പിറ്റലുകളിൽ ഡോക്ടേഴ്സ്മാർ, നഴ്സുമാര്, മറ്റ് കാര്യങ്ങളിൽ ഏർപ്പെടുന്നതായ ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അവർ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ സേവനത്തെയും കർത്താവ് 100 മടങ്ങായി കർത്താവെ അവരെ ആദരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ കർത്താവെ ഞങ്ങളുടെ കൃഷി കാര്യങ്ങൾ ചെയ്യുന്നതായ കൃഷി വിഭാഗത്തിലുള്ളതായ എല്ലാ വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃഷിക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൃഷി മേഖലയെ കർത്താവ് അനുഗ്രഹിക്കണമേ. കേരളത്തിലുള്ള കൃഷി മേഖലയെ കർത്താവ് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഭാരതത്തിലുള്ള കൃഷിക്കാരെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവെ 100 മേനിയായി കർത്താവെ അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും കർത്താവെ അവിടുന്ന് ഫലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ കുടുംബങ്ങളിൽ, വ്യക്തികളിൽ കർത്താവെ അവിടുന്ന് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ യേശുവിന്റെ കാലം കൂടെ ഇരുന്ന് കർത്താവെ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവെ അവിടുന്ന് അവിടുത്തെ അനുഗ്രഹത്തെ പകർന്നു കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Amen. Pastor James, the Spirit of God is touching lives all over the world in an unusual manner. അസാധാരണമായ നിലയിൽ പരിശുദ്ധാത്മാവ് വ്യക്തിജീവിതങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. Global pandemic is raging its war and taking the lives all over the world. എല്ലായിടത്തും ഈ COVID-19 എന്ന് പറയുന്ന വൈറസ് അത് അനേകരുടെ ജീവനെ അപഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. People are living in fear. ആളുകൾ ഭയത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. And they always worry about what would happen next moment. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നോ അതിനെക്കുറിച്ച് അവർ വളരെയധികം വിഷമിക്കുന്നു. And there are many other areas of our life where everything is crumbling. മാത്രമല്ല നമ്മുടെ മറ്റു പല മേഖലകളും മുടന്തിപ്പോകുന്നതായ നിലകളിൽ ജീവിതം അത് പിശകായി പോകുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. But Bible says God is in absolute control. അപ്പോൾ തന്നെ വചനം വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്നു. And as God is there on his throne, we always have an access to the throne of God in Jesus name. അതുമാത്രമല്ല നമുക്ക് യേശുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടുത്ത് ചെല്ലുവാനുള്ള ഒരു അവകാശം പ്രാപിച്ചവരാണ്. And God of heaven in Jesus commanded us, cast your burdens unto the Lord and he shall sustain you. ക്രിസ്തുവിലുള്ള ദൈവം നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന നിന്റെ ഭാരമെല്ലാം നീ അവന്റെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തിക്കൊള്ളും, പോറ്റിക്കൊള്ളുമെന്നാണ്. The word sustain means he
will provide for you until the last moment of your life. ആമേൻ. പുലർത്തുക എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്: നിങ്ങളുടെ ജീവിതാവസാനം വരെ, നിന്റെ ജീവാവസാനം വരെയും അവൻ നിന്നെ നടത്തിക്കൊള്ളും, നിനക്ക് വേണ്ടി കരുതിക്കൊള്ളും. And the word also means that it will be an unlimited supply. അത് മാത്രമല്ല, പുലർത്തുക എന്ന വാക്കിന്റെ മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് പരിമിതിയില്ലാത്ത കലവറയിൽ നിന്ന് അവൻ നിന്നെ നടത്തുമെന്നുള്ളതാണ്. No ration card with Jesus. ആമേൻ. യേശുവിന്റെ പക്കൽ ഒരു റേഷൻ കാർഡും ഇല്ല. Nobody needs to have a ration card to approach Jesus. യേശുവിനെ കാണാൻ വേണ്ടി ആരുടെ പക്കലും ആരുടെ കയ്യിലും ഒരു റേഷൻ കാർഡിന്റെയും ആവശ്യവുമില്ല. You don't need a prior appointment to meet with Jesus. മാത്രമല്ല, മുൻകൂട്ടി ഒരു അപ്പോയിന്റ്മെന്റ് നമ്മൾ എടുക്കേണ്ട ആവശ്യവുമില്ല അവനെ കാണാൻ. He said, call unto me and I will answer you. അവൻ നമ്മോട് പറഞ്ഞ എന്താണെന്നറിയാമോ? എന്നെ വിളിച്ചപേക്ഷിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ഉത്തരം തരാം. I will help you and I will uphold you with my righteous right hand. ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാം. Therefore, let's focus on Jesus. ആകയാൽ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും യേശുവിങ്കലേക്ക് തിരിഞ്ഞുകൊള്ളുവിൻ. In this season of fasting and prayer, I just want to remind you, God of heaven wants to intervene into our lives in an unusual manner. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ അസാധാരണമായ നിലയിൽ അവൻ നമ്മെ അത് താങ്ങിക്കൊള്ളാം, കരുതിക്കൊള്ളാം എന്നാണ്. God of heaven wants to be your protector. He wants to provide for you. He wants to go before you, and again He wants to fight our battles. മാത്രമല്ല, സ്വർഗസ്ഥനായ ദൈവം നമുക്ക് നൽകുന്നതായ ആ വലിയ ഉറപ്പിതാണ്, അവൻ നമുക്ക് വേണ്ടി കരുതാൻ, നമ്മെ സംരക്ഷിക്കാം, നമ്മെ ഓരോ ദിവസവും അത് തൻ്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. അവൻ നമുക്ക് അത് കലവറയില്ലാത്തതായ, പരിമിതിയില്ലാത്തതായ കലവറയിൽ നിന്ന് അവൻ നമ്മെ സഹായിച്ചുകൊള്ളും. Are you burdened with the cares of this situations? ഇന്ന് നിങ്ങൾ ജീവിതത്തിന്റെ ആകുലതകളാൽ വളരെയധികം കഷ്ടപ്പെടുന്നതായ ഒരു ജീവിതമാണോ? Are you worried about your security and your future? നിങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച്, നിങ്ങളുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് നിങ്ങൾ അതേ ആകുലപ്പെടുന്ന ജീവിതമാണോ? I just want to remind you, trust in Jesus at all times. ഈ ദിവസം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ക്രിസ്തു യേശുവിൽ നിങ്ങൾ എല്ലായ്പ്പോഴും ആശ്രയം വെച്ചുകൊള്ളുക. Let's pray together. Lord Jesus, I need you. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, എനിക്ക് അങ്ങയെ ആവശ്യമാണ്. Abide in me. എന്നിൽ വസിക്കണം. Bless me, O God. എന്നെ അങ്ങ് അനുഗ്രഹിക്കണമേ ദൈവമേ. Make me a blessing, O Lord. എന്നിട്ട് അവിടുന്ന് എന്നെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കണം. As we pray together, casting all our burdens, our cares, our anxieties to the throne of God, to the hands of God. ദൈവകരങ്ങളിലേക്ക്, ദൈവസിംഹാസനത്തിലേക്ക് നാം നമ്മുടെ ആകുലതകളും വിഷമസന്ധികളും നമ്മുടെ കണ്ണുനീരും നമ്മുടെ ഭാരവും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും കർത്താവേ, ഞങ്ങളുടെ സകല ഭാരങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ ആകുലതകൾ, ഞങ്ങളുടെ എല്ലാ ഭയവും എല്ലാം നിന്റെ പക്കലേക്ക് ഞങ്ങൾ ഇടുകയാണ് കർത്താവേ. ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ പുലർത്തുന്ന, പോറ്റുന്ന, ഞങ്ങൾ വഴി നടത്തുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, അങ്ങ് ഞങ്ങൾ കൂടെയുള്ളതിനായ സ്തോത്രം. ഞങ്ങൾ അങ്ങ് വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് ഉത്തരം അരുളുന്ന കർത്താവാണല്ലോ യേശുവേ. ഞങ്ങളുടെ കർത്താവേ, വിഷയങ്ങളുടെ നടുവിൽ കർത്താവ് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് ഉത്തരം അരുളണമേ, ഞങ്ങളുടെ വിഷയത്തിനൊരു പരിഹാരം തരണമേ, ഞങ്ങൾക്കൊരു മറുപടി തരണമേ, മുൻപോട്ട് പോകുവാൻ ബലം തരണമെന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവ്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഓരോരുത്തർക്കും വേണ്ടി, ഓരോ കുടുംബത്തിനു വേണ്ടി അങ്ങ് കരുതുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആ നന്മകൾ അനുഭവിക്കാൻ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ സന്നിധി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധി പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങേ ആവശ്യമാണ് കർത്താവായ യേശുവേ. അങ്ങ് ഞങ്ങളിൽ വസിച്ച്, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച്, അങ്ങ് ഞങ്ങളെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ. ശ്രീമതി, ഒരുമിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ. നമ്മളിപ്പോൾ കേട്ടതുപോലെ യേശു നമുക്ക് വേണ്ടി കരുതുന്നവനാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. പ്രത്യേകിച്ച് പ്രിയങ്കല ശുശ്രൂഷ 2452 ദിവസങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ തന്നെയും ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ ദിവസമാണ്. ശ്രീമതി, ഒരുമിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുന്ന ഈ ഓൾട്ടറിൽ 2013 ഫെബ്രുവരി 1 തീയതി ആരംഭ ദിവസം മുതൽ നമുക്ക് ലഭിച്ച പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനു മേലും യേശു അത്ഭുതത്തെ പ്രവർത്തിക്കുന്നു. അതെ ദൈവബ്രദർ, അപ്പോൾ തന്നെ ഈ ഓൾട്ടറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഈ രണ്ടടുക്ക് എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസത്തിലും ഒക്ടോബർ മാസത്തിലും വന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ. 1 തീയതി മുതൽ ഒക്ടോബർ 1 മുതൽ 31 വരെ ഇവിടെ വന്ന
വന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഇതിനകത്തിരിക്കുന്നു. അപ്പോൾ തന്നെ ഒക്ടോബർ മാസത്തിൽ വന്ന ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന വിഷയങ്ങളും ഇതിനകത്തുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ അന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ച ആ വിഷയത്തിന് മറുപടി ലഭിച്ചു എന്നുള്ള. ഇന്ന് നമ്മൾ ഉപവാസ പ്രാർത്ഥന ആരംഭ ദിവസം നിൽക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് ആ ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളുണ്ട്, വർഷങ്ങളായിട്ട് നേരിടുന്ന വിഷയങ്ങൾ. അത് ആ ഓരോ വിഷയത്തിനും യേശു അത്ഭുതമായിട്ട് മറുപടി നൽകി കൊടുക്കണം. പ്രത്യേകിച്ച് ഒരു മാസത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിൽ നടക്കുന്ന ഉപവാസത്തിന് വേണ്ടി ദിവസങ്ങളായിട്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അടുത്ത 3 ദിവസങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ അവർ ഉപവാസത്തോടും പ്രാർത്ഥനയോടും നമ്മോടുകൂടെ പങ്കെടുക്കുന്നു. കർത്താവ് അവരെ സഹായിക്കും. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു സാക്ഷ്യം ഇത് വാട്സാപ്പിലൂടെ ഏലിയാമ്മ അറിയിച്ചിരുന്നത്. യൂട്രസിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നിമിത്തം സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പായിരുന്നു പ്രിയങ്കലിൽ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച ശ്രീമതിരെ. ഒരു കുടുംബമാകട്ടെ, ഒരു വ്യക്തിയായിട്ട് നമ്മളെ വിളിക്കുമ്പോൾ അവരുടെ പേരും സ്ഥലവും പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതിയതിനു ശേഷം നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളോട് ഒരുമിച്ച് ചേർന്ന് ആ പ്രാർത്ഥനാ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക്, ഈ ഓൾട്ടറിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു പൂർണ്ണ സൗഖ്യം നൽകി എന്ന് അറിയിച്ചിരിക്കുന്നു. അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചൊരു വിഷയമാണ് ഇത്. സിസ്റ്റർ ലോയ്ക്ക് ന്യൂസിലൻഡിൽ പോകാനുള്ള പേപ്പറുകൾ ശരിയാകണം. ഇത് 16/10 നമ്മൾ ഇവിടെ അറിയിച്ചിരിക്കുന്നത്. ഇത് പ്രിയങ്കലിൽ അറിയിച്ചു. ദീപ്രദം 3 ദിവസത്തിനുള്ളിൽ തന്നെ ആ പേപ്പേഴ്സ് എല്ലാം റെഡിയായി പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. ഹൃദയ സംബന്ധമായ രോഗനിമിത്തം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്താണ് പ്രിയങ്കലയിൽ ഹോസ്പിറ്റലിൽ ഇരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും പ്രിയങ്കലിൽ പ്രാർത്ഥനാ വിഷയം അറിയിക്കുകയും ചെയ്തത്. ശ്രീപദരെ പ്രാർത്ഥനയുടെ ഫലമായി യേശു പൂർണ്ണ സൗഖ്യം നൽകി എന്ന് അറിയിച്ചിരിക്കുന്നു. ഇന്ന് നമ്മുടെ കൂടെ പല പ്രിയപ്പെട്ട ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി ഉണ്ടെങ്കിൽ സ്ഥിരമായ ജോലിയില്ല, ആഴ്ചയിൽ 1-2 ദിവസങ്ങളൊക്കെ ജോലിയുള്ളൂ. ഇനി അഥവാ ജോലി ഉണ്ടെങ്കിൽ തന്നെ സാലറി ലഭിക്കുന്നില്ല, മുഴുവനും സാലറി ലഭിക്കുന്നില്ല. അങ്ങനെയൊക്കെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന പല പ്രിയപ്പെട്ട വിദേശ രാജ്യങ്ങളിൽ ജോലി നഷ്ടപ്പെട്ട് അടുത്ത ജോലി നോക്കുന്നവരുണ്ട്. പല പ്രിയപ്പെട്ട നാട്ടിൽ വന്ന് തിരിച്ചു പോകാൻ പറ്റുന്നില്ല, ജോലിയില്ല, വിഷമിക്കുന്ന നാട്ടിൽ ജോലിയില്ല, അവിടുത്തെ ജോലി പോവുകയും ചെയ്തു. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുണ്ട്. നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് ഓരോ കുടുംബത്തിൻ്റെ അങ്ങനെയുള്ള ഓരോ വ്യക്തിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണം. അത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് റീന നമ്മൾ വാട്സപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് ഇതുപോലെ ഹസ്ബൻഡിന് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ മാസം ഉപവാസ പ്രാർത്ഥനയിൽ ഈ വിഷയം പ്രിയങ്കലിൽ ചേർന്ന് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹിക്കപ്പെട്ട ജോലി അദ്ദേഹത്തിന് ലഭിച്ചു. പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുടുംബങ്ങളെ, പ്രത്യേകിച്ച് സാമ്പത്തികമായ വിഷയത്തിൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ ഈ ഓൾട്ടറിലിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവരുടെ വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. രോഗികൾ സൗഖ്യമായി തീരട്ടെ, സാമ്പത്തിക തകർച്ചകൾ മാറട്ടെ, കുടുംബങ്ങൾ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവേ, ഉപവാസ പ്രാർത്ഥന ആരംഭ ദിവസം കർത്താവേ, ഞങ്ങളുടെ കൂടെ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഞങ്ങളുടെ ഈ സകല കുടുംബങ്ങളെ ആവശ്യങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, പ്രിയങ്കലിന്റെ ആരംഭ ദിവസം മുതൽ കർത്താവേ, ഈ 2452 ദിവസം ഇവിടെ വന്ന 17 ലക്ഷത്തിന് മീതെ വ്യക്തികളെ, കുടുംബങ്ങളുടെ വിവരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കുടുംബാംഗങ്ങൾ കടന്നു പോകുന്ന പലവിധമായ വിഷയങ്ങളാണ് കർത്താവ്. അതെല്ലാം നന്നായി അറിയുന്ന ദൈവമേ, അതിനെല്ലാം മറുപടി കർത്താവെ നൽകി കൊടുക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്ന് കർത്താവെ അടയ്ക്കാൻ പണമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. കർത്താവെ, കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാനില്ലാതെ, കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിച്ച് അയക്കാനില്ലാതെ വിഷമിക്കുന്നുണ്ട്. വീടിൻ്റെ പണി തുടങ്ങി അത് പൂർത്തീകരിക്കാൻ കഴിയാതെ വിഷമിക്കുന്നുണ്ട്. ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ കർത്താവെ, അവരുടെ വരുമാന മാർഗ്ഗങ്ങളെ എല്ലാം നിലച്ചു നിൽക്കുന്ന ഈ സമയത്ത് കർത്താവെ, ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വഴിയും വാതിലും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അങ്ങ് തുറന്നു കൊടുക്കണമെന്ന് തന്നെ യേശുവേ, അങ്ങ് അവരെ തൊട്ടാട്ടെ, അങ്ങ് അവരെ സൗഖ്യമാക്കിയാട്ടെ. അങ്ങ് ക്രൂശിൽ തേച്ചെടുത്ത സൗഖ്യം അവരിൽ ഇപ്പോൾ തന്നെ വരട്ടെ കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. Amen. Luke chapter 1 verse 37, Pastor James Bible says that with God there is nothing impossible. ലൂക്കോസ് 1:37 നാം ഇങ്ങനെ വായിക്കുന്നത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. In this season, Spirit of God wants each one of us to focus on Luke chapter 1 verse 37, where it says with God there is nothing impossible. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുള്ള ലൂക്കോസ് 1:37 ആ വാക്യമാണ് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായിട്ട് ഈ പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനയിൽ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു വാക്യം. All of us know that in this season, in this pivotal moment of the history of humankind, all of us are facing impossible situations. ഇങ്ങനെ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെ, ഈ കേൾക്കുന്ന എല്ലാവരുടെയും, ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടെ എല്ലാം ഒരു പ്രശ്നമെന്ന് പറയുന്നത് അസാധ്യമായ ഒരു സാഹചര്യത്തെ അവർ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ്. Both wealthy and the poor are facing the same critical situation. ഒരേപോലെ സമ്പന്നരും ദരിദ്രരും ഈ വളരെ വൈഷമ്യമായിട്ടുള്ള സാഹചര്യത്തിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു.
പോയിക്കൊണ്ടിരിക്കുന്നു. Men and women are facing same impossible situations appearing in different forms. പുരുഷന്മാർ മാത്രമല്ല, അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമല്ല, ഒരുപോലെ സ്ത്രീയും പുരുഷനും എല്ലാം അസാധ്യമായിട്ടുള്ള ആ ജീവിത സാഹചര്യത്തിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. It may appear differently, but basically the problems are more or less same. ആമേൻ. ഒരുപക്ഷെങ്കിൽ നമ്മളെല്ലാവരും വ്യത്യസ്തമായ വിഷയങ്ങളിലൂടെ ആരെങ്കിലും കടന്നു പോകുന്ന പക്ഷെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. But Bible says with God there is nothing impossible. എങ്കിലും വചനം പറയുന്നത് ദൈവത്തിന് അസാധ്യമായി ഒരു കാര്യവുമില്ല. Book of Ezekiel speaks about God, the Spirit of God, taking the man of God to a valley where there was full of dry bones. നമുക്ക് എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകനായ മനുഷ്യനെ അസ്ഥികൾ നിറഞ്ഞതായ ഒരു താഴ്വാരത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് തന്റെ കൈയാൽ അവനെ കൊണ്ടുപോയതായി വായിക്കുന്നുണ്ട്. Bible says, book of Ezekiel chapter 37 verse number 1 says, the hand of the Lord came upon me, Ezekiel, and brought me out in the spirit of the Lord and set me down in the midst of the valley, and it was full of dry bones. എഹെസ്കേൽ 37ന്റെ 1-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ കൈ എൻ്റെ മേൽ അല്ലെങ്കിൽ എഹെസ്കേലിന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു താഴ്വരയാണ്. And I just want to encourage you, if the Lord is taking you to the valley of dry bones, take courage. God is responsible to bring you out of that situation. സഹോദര സഹോദരി, കുഞ്ഞെ, മാതാവേ, പിതാവേ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ അസ്ഥികൾ നിറഞ്ഞതായ ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ, നയിക്കുന്നതെങ്കിൽ അവിടെയും ധൈര്യപ്പെടുക, അവന്റെ കൈ കൂടെയുണ്ട്. In normal thinking, all of us would be frightened by the scenery of that situation. ആ ഒരു സാഹചര്യം, ആ ഒരു കാഴ്ചയാൽ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ഒരേപോലെ ഭയപ്പെട്ടു പോകേണ്ടതാണ്. But God of heaven is in absolute control. എങ്കിലും സ്വർഗസ്ഥനായ നമ്മുടെ അപ്പൻ, നമ്മുടെ പിതാവ് സകലത്തിന്റെയും നിയന്ത്രിതാവാണ്. And verse number 7 says, 7-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, and suddenly a rattling voice പെട്ടെന്ന് ഒരു വലിയ മുഴക്കം അവർ കേട്ടു. in the midst of these dry situations where there is dry bones scattered everywhere, where there is no life and no hope and nothing to expect for today and for tomorrow. നിങ്ങൾ വിചാരിച്ചു നോക്കുക, എല്ലാം ജീവിതത്തിന്റെ ഉണങ്ങിയ ഒരു അനുഭവം മാത്രം, സകലത് ഉണങ്ങി വരണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മാത്രം ഉള്ളതായ ഒരു സ്ഥിതിയിലേക്ക്, അതിന്റെ നടുവിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് നിർത്തിയാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? Today, because of COVID-19, millions of people are going to be killed in the forthcoming days around the globe. ഈ വലിയ COVID-19 എന്നുള്ള മഹാമാരി നിമിത്തമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടാൻ അല്ലെങ്കിൽ നശിച്ചു പോകുവാനായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. Organizations like WHO reports it would continue for several years. ലോകാരോഗ്യ സംഘടന പോലുള്ളതായ അത് വലിയ സംഘടനകൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഇത് അനേക വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു മഹാമാരി ആയിരിക്കുമെന്നതാണ്. A chip or a vaccine is not an answer to the problems that we face today. നാം ഇന്ന് അഭിമുഖീകരിക്കുന്നതായ ഈ പ്രശ്നത്തിന് ഒരു കേവലം ഒരു നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിക്കുന്ന ഒരു ചിപ്പോ അല്ലെങ്കിൽ ഒരു വാക്സിനോ ഒരിക്കലും അതിനൊരു ഉപാധിയല്ല. Even if every national leader or every nation's head come together and discuss over it and over it and over it, that is not going to bring the answer, beloved. ഈ ലോകത്തിൻ്റെതായ സകല നേതാക്കന്മാരും ഒരുമിച്ച് കൂടി എത്ര വട്ടം അതിനെക്കുറിച്ച് വലിയ ഡിസ്കഷൻസ് നടത്തിയാൽ പോലും അതൊരിക്കലും അതിനൊരു പരിഹാര മാർഗമാകുന്നതേ ഇല്ല. But you and I need a suddenly from God. ആമേൻ. എങ്കിലും എനിക്കും നിങ്ങൾക്കും ദൈവത്തിൽ നിന്ന് ഒരു പെട്ടെന്നുണ്ടാകണം. Do not be disheartened by seeing the situations, but trust in the Lord. God has a suddenly for you. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദര, ഈ സമയത്ത് നിനക്ക് വേണ്ടത് ആമേൻ ഈ സാഹചര്യത്തിന്റെ മധ്യത്തിലേക്ക് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ഒരു ഇടപെടലിന്റെ ഒരു പെട്ടെന്നുള്ള ഇടപെടലാണ് ആവശ്യം. We are not against science and technology. നമ്മൾ പ്രേയിങ് കേരള ഒരിക്കലും ശാസ്ത്രത്തിനോ സാങ്കേതിക വിദ്യക്കോ നമ്മൾ എതിരല്ല. We are praying for our researchers. നമ്മൾ നമ്മുടെ
നമ്മുടെ ഗവേഷകർക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ്. Daily we pray for our medical team. മാത്രമല്ല വൈദ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിരന്തരമായി നമ്മൾ പ്രേയിങ് കേരള പ്രാർത്ഥിക്കുന്നു. Every day we pray for our people in authority. ആമേൻ. നമ്മുടെ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്ന കേരളം പ്രാർത്ഥിക്കുന്നുണ്ട്. And that we will be full of God's wisdom, knowledge and understanding. ഹല്ലേലൂയ. നമ്മളെല്ലാവരും എപ്പോഴും ദൈവത്തിന്റെ ജ്ഞാനത്താലും അവന്റെ ആ ദൈവം നൽകിയ പക്വതയിൽ നിറഞ്ഞാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. But this is a different story altogether. എന്നാൽ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമാണ്. The man of God was in a valley where there was full of dry bones, dried for several years. ദീർഘവർഷങ്ങളായിട്ട് അതേ ഉണങ്ങിയ അസ്ഥികൾ നിമിത്തം നിറഞ്ഞു കിടക്കുന്നതായ ഒരു താഴ്വരയിലേക്കാണ് ഈ ദൈവപുരുഷനെ കർത്താവ് നയിക്കുന്നത്. Nobody can understand or explain what is happening over there. അവിടെ ആ താഴ്വരയുടെ വിശേഷത പ്രത്യേകത എന്താണെന്ന് ആർക്കും മനസ്സിലാകാനോ വിശദീകരിക്കാനോ കഴിയുന്നതല്ല. No science can evaluate it. ഒരു ശാസ്ത്രത്തിനും അതിനെ എങ്ങനെയാണെന്ന് വിലയിരുത്തുവാൻ കഴിയുകയില്ല. But God of heaven has had a suddenly for that situation. എന്നാൽ അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിലേക്ക് നമ്മുടെ ദൈവത്തിന് പെട്ടെന്നുള്ളതായ ഒരു പെട്ടെന്ന് അവിടെ ഉണ്ടാകുന്നു. Are you in this situation? ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് പോകുന്നത്. A situation that you cannot explain. നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമോ? A situation where nothing seems to be working for your betterment. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒന്നും പ്രാവർത്തികമാകുന്നില്ലെന്ന് തോന്നുന്ന ഒരു സ്ഥിതിയാണോ? The more you try to water it, the more it becomes dried and eventually it separates from one another. ആമേൻ. നിങ്ങൾ എത്രത്തോളം അതിന് വെള്ളമൊഴിച്ച് പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അത് ഉണങ്ങിക്കൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല അത് ഏറ്റവും മോശമായിട്ടുള്ളൊരു സ്ഥിതിയിലേക്ക് മാറുന്ന അവസ്ഥയിലുമാണ്. You move from one company to another company for a better income. നിങ്ങൾ നല്ലൊരു വരുമാനത്തിന് വേണ്ടി ഇപ്പോൾ ആയിരിക്കുന്ന കമ്പനിയിൽ നിന്ന് മാറി വേറൊരു കമ്പനിയിലേക്ക് പോയി. You move from one country to another country expecting for an established life. ആ ജീവിതം ഒന്ന് കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ആയിരുന്ന രാജ്യത്ത് നിന്ന് നിങ്ങളുടെ മറ്റൊരു രാജ്യത്തേക്ക് നിങ്ങൾ കുടിയേറി. The more you tried for your betterment, the more problems you are facing today in life. ഈ മാധ്യമത്തിലൂടെ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പലതും ചെയ്യുവാൻ ശ്രമിച്ചു, അതെല്ലാം വലിയ പരാജയമായി തീർന്നു. I just want to remind you, God has a suddenly for you and for me. എങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും വേണ്ടി ദൈവത്തിന്റെ ഒരു പെട്ടെന്ന് അവിടെ സംഭവിക്കുന്നു. Bible says suddenly a rattling and the bones came together, bone to bone. ആമേൻ. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? ഉടനെ ദൈവത്തിന്റെ ആ ശബ്ദം കേട്ടപ്പോൾ ഒരു മുഴക്കമുണ്ടായി. ആ അസ്ഥികൾ ചിതറിക്കിടന്ന സ്ഥാനത്ത് നിന്ന് അവയെല്ലാം ഒരുമിച്ച് കൂടി. ജെയിംസ് പാസ്റ്റർ, ഇന്ന് പകൽ നമ്മൾ ശ്രദ്ധിക്കുന്ന വാക്ക് ദൈവത്തിന് നമുക്ക് വേണ്ടി ഇന്ന് ഇപ്പോൾ ഒരു ഉടനെ ഉണ്ട്. നമ്മൾ എവിടെയായിരിക്കുന്നെങ്കിലും ഏത് സാഹചര്യത്തിലായിരിക്കുന്നെങ്കിലും നമുക്ക് വേണ്ടി ഇന്ന് ഇപ്പോൾ യേശുവിന് ഒരു ഉടനെ ഉണ്ട്, ഒരു ഉടനെ ഉണ്ട്. യേശുവിന് എനിക്ക് വേണ്ടി ഒരു ഉടനെ ഉണ്ട്. Jesus has a suddenly for me. ആമേൻ. യേശുവിന് എനിക്ക് വേണ്ടി ഒരു ഉടനെ ഉണ്ടായിട്ടുണ്ട്. We don't know what you are going through, but God has a suddenly for you. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് കടന്നു പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഇന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്, ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ഒരു ഉടനെ ഉണ്ട്. An answer that has to happen immediately. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകേണ്ട ഒരു മറുപടിയെ കുറിച്ച് അവിടെ പറയുന്നത്. A change that has to happen in few seconds. ആമേൻ. ചില സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിക്കേണ്ട ഒരു രൂപാന്തരം, ഒരു മാറ്റത്തെ കുറിച്ചാണ്. Science cannot help you in that, but God can do it for you. ശാസ്ത്രത്തിന് സഹായിക്കാൻ കഴിയുകയില്ലെന്നേ ഉള്ളൂ, പക്ഷേ ദൈവത്തിന് നിന്നെ സഹായിക്കാൻ കഴിയും. People cannot do that for you, but Jesus can do it for you. ആമേൻ. വൈദ്യശാസ്ത്രത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയുകയില്ലെങ്കിലും യേശുവിന് സഹായിക്കാൻ കഴിയും. People in authority cannot do it for you, but Jesus
can do it for you. അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് സഹായിപ്പാൻ കഴിയുകയില്ലെങ്കിലും നിനക്ക് വേണ്ടി ഇപ്പോൾ ഉടനെ യേശു പ്രവർത്തിപ്പാൻ കഴിയും. Yes, the doctors cannot do it, but Jesus can do it for you. ഡോക്ടർമാർക്ക് പ്രവർത്തിപ്പാൻ കഴിയുകയില്ല, യേശുവിന് പ്രവർത്തിപ്പാൻ കഴിയും. Students Federation cannot do it, but Jesus can do it, beloved. ആമേൻ. നിങ്ങൾ പഠിക്കുന്നതായ മറ്റു വിദ്യാർത്ഥികൾക്ക് സഹായിപ്പാൻ കഴിയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് പ്രവർത്തിപ്പാൻ യേശുവിന് കഴിയും. Oh, there is someone in Jesus, he can do it for you. Yes, suddenly. ആമേൻ. യേശുവിലുള്ളതായ ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ഒരു ഉടനെ പ്രവർത്തിക്കുവാൻ അവന് കഴിയുന്നതാണ്. Let's pray. Father, in Jesus name, have your suddenly in our lives now, oh God. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഈ സമയത്ത് ആമേൻ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾക്ക് ഒരു ഉടനെ ഉണ്ടാകുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. Yes, Lord, we declare and bring that suddenly of God over these multitudes around the globe in Jesus' mighty name, Lord. ഇപ്പോൾ തന്നെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് വ്യക്തി ജീവിതങ്ങളുടെ മേൽ ഒരു ഉടനെ ഉണ്ടാകുവാൻ യേശുവിൻ നാമത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. Bonds will come to bonds in Jesus' name. യേശുവിന്റെ നാമത്തിൽ ചിതറിക്കിടക്കുന്ന അസ്ഥികൾ ഒന്നോടൊന്ന് ചേർന്ന് വരുവാൻ പ്രാർത്ഥിക്കുന്നു. Every blessing that has been traveling away from them will come to them now in Jesus' name, Lord. അവരിലേക്ക് എത്തിപ്പെടേണ്ടതായ ആമേൻ നന്മകൾ, അനുഗ്രഹങ്ങൾ ചിതറി മാറിക്കിടക്കുന്ന സ്ഥാനത്ത് നിന്ന് അവ ഇപ്പോൾ ഈ നിന്റെ മക്കളുടെ മേൽ കടന്നു വരുവാൻ പ്രാർത്ഥിക്കുന്നു. Let people and resources come to them now in Jesus' name from four corners of the earth. ലോകത്തിന്റെ 4 കോണുകളിൽ നിന്നും ആമേൻ നിന്റെ ജനത്തിന് എത്തപ്പെടേണ്ടതായ എല്ലാ വിഭവങ്ങളും അവരിലേക്ക് വന്നു ചേരട്ടെ. In Jesus' name we bring the healing virtue of Jesus over the multitudes around the globe now in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ അനേക ലക്ഷക്കണക്കിന് വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ സൗഖ്യം, യേശുവിന്റെ സൗഖ്യം അവരിൽ എത്തിപ്പെടട്ടെ. Sudden miracles in Jesus' name. യേശുവിൻ നാമത്തിൽ ഉടനടി സംഭവിക്കുന്ന അത്ഭുതങ്ങൾ, Immediate transformation in Jesus' name. ആമേൻ. പൊടുന്നനെ ഉണ്ടാകുന്നതായ രൂപാന്തരം ഇവരിൽ സംഭവിക്കട്ടെ. Miracles in lightning speed from Jesus. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അവര് പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ അവരുടെ കാര്യങ്ങൾക്ക് ഒരു യഥാസ്ഥാപനം നടക്കട്ടെ. Miracles now in Jesus' name. അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. Wholeness now in Jesus' name. സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. Promotion now in Jesus' name. ഒരു സ്ഥാനക്കയറ്റം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഈ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. Expansion and development in Jesus' name now. ഒരു വികസനം കർത്താവേ, ഒരു പുരോഗതി യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തിന് വേണ്ടി, ഈ വ്യക്തിക്ക് വേണ്ടി ഇപ്പോൾ സംഭവിക്കട്ടെ. Favor and open doors for your people now in Jesus' name. ദൈവത്തിന്റെ കൃപാ കടാക്ഷങ്ങളും ആമേൻ. അടയപ്പെട്ട വാതിലുകൾ ഇന്ന് പകൽ ഈ നിമിഷം അവർക്ക് വേണ്ടി തുറന്നു വരുവാൻ പ്രാർത്ഥിക്കുന്നു. Everything that has to be in place, be in place now in Jesus' name. Just as the bonds came to bonds, so God so quickly. ആ താഴ്വരയിലെ ചിതറിക്കിടന്നതായ ഉണങ്ങിയ അസ്ഥികൾ എപ്രകാരം അസ്ഥികളോട് ഒന്നായി ചേർന്നുവോ അപ്രകാരം തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതായ നന്മകൾ അത് എവിടെയാണോ ആയിരിക്കേണ്ടത് അതേ സ്ഥാനത്തേക്ക് അത് ഇപ്പോൾ തന്നെ മടങ്ങി വരട്ടെ. In Jesus' name we bless them, oh Father. യേശുവേ, ഇന്ന് ഈ നിമിഷം നിന്റെ നാമത്തിൽ ഞങ്ങൾ ജനത്തെ ആശീർവദിക്കുന്നു. In Jesus' name we pray, oh God. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ. ബ്രദറെ, നമുക്ക് ഈ ഉപവാസ പ്രാർത്ഥന ആരംഭ ദിവസം പ്രത്യേകിച്ച് നമ്മുടെ യൗവനക്കാരായ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. തിരുവചനത്തിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ വായിക്കുന്ന അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിനുമേലും എൻ്റെ ആത്മാവിന് പകരുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും ആ സമയത്ത് പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണുമെന്നൊക്കെ കർത്താവ് പറയുന്നു. നമ്മുടെ യൗവനക്കാരായ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരായി, കർത്താവിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്നവരായി നമ്മുടെ ഈ തലമുറയിലുള്ള യൗവനക്കാർ മാറണം. തീർച്ചയായിട്ടും സഹോദരനെ, നമ്മൾ കേട്ടതുപോലെ ക്ഷണത്തിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. പ്രത്യേകിച്ച് ആമീൻ. ദിശാബോധം നഷ്ടപ്പെട്ട്, ലക്ഷ്യബോധം നഷ്ടപ്പെട്ട്, നിരാശയിലും വിവിധ അടിമത്തങ്ങളിലൂടെ കടന്നു പോകുന്ന എത്രയോ യൗവനക്കാരുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അവരുടെ മാതാപിതാക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ഇന്ന് നമ്മൾ കേട്ടതുപോലെ ക്ഷണത്തിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. അതെ ബ്രദർ, ചിലരൊക്കെ മദ്യത്തിനും മയക്കുമരുന്ന്, വേണ്ടാത്ത ബന്ധങ്ങൾക്കും കൂട്ടുകെട്ടിലും ഒക്കെ അകപ്പെട്ട് കിടക്കുന്നു.
വിഷമിക്കുന്നവരുണ്ട്. യേശുവിന്റെ വിടുതൽ ആ പ്രിയപ്പെട്ട അനുഭവിക്കണം. ആ മക്കളെ ഓർത്ത്, അല്ലെങ്കിൽ ആ സഹോദരനെ ഓർത്ത്, ആ പിതാവിനെ ഓർത്ത്, ആ ഭർത്താവിനൊക്കെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. അവർക്കൊരു വിടുതൽ കർത്താവ് നൽകി കൊടുക്കേണ്ടതിനാൽ നാം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ എല്ലാ യൗവനക്കാരെയും ദൈവകരങ്ങളിലേക്ക് ഇന്ന് പകൽ ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ ആമീൻ ക്ഷണത്തിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി, പെട്ടെന്ന് സംഭവിക്കുന്ന ദൈവശക്തി, ആമീൻ ദൈവപ്രവൃത്തി കർത്താവെ ഇപ്പോൾ ആ മകന്റെ മേൽ സംഭവിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ യൗവനക്കാരുടെ മേൽ കർത്താവെ ഇപ്പോൾ സംഭവിക്കട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടിമത്തങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവിക സൗഖ്യവും സ്വാതന്ത്ര്യം കർത്താവെ ഇപ്പോൾ അവരുടെ മേൽ വരട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരുണ്ട്, നിരാശയിലായിരിക്കുന്നവരുണ്ട് കർത്താവെ. ഞങ്ങൾ കേട്ടതുപോലെ അസ്ഥി താഴ്വര പോലെ കർത്താവ് എല്ലാം ചിതറിപ്പോയ അനുഭവത്തിന്റെ നടുവിൽ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇപ്പോൾ തന്നെ യേശുവേ നിന്റെ കരം അവരുടെ മേൽ വരട്ടെ. പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ അവർ നിറയപ്പെടട്ടെ. ആത്മശക്തിയാൽ അവർ നിറയപ്പെടട്ടെ കർത്താവെ. വഴികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ തുറക്കപ്പെടട്ടെ. വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തുറക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ അവർ നിറയപ്പെടട്ടെ കർത്താവെ. ഓരോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളുടെ കർത്താവെ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ഇന്ന് പകൽക്കാലം കേട്ട വചനം പോലെ കർത്താവെ, അത് വിശ്വസിക്കുന്നവരുടെ മേൽ ഇപ്പോൾ തന്നെ അത് സംഭവിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയിലൂടെ കർത്താവെ, യൂട്യൂബിലൂടെ, ഹാർവസ്റ്റ് ടിവിയിലൂടെ ആമേ ശ്രദ്ധിക്കുന്നതായ എല്ലാ മക്കളുടെ മേലും അവിടുത്തെ വലിയ അതേ ആശീർവാദത്തിന്റെ കരങ്ങൾ ഇരിക്കണമേ. അസ്ഥിയോട് ചേർന്നതുപോലെ അവരിൽ നിന്ന് നാളുകളായിട്ട് കർത്താവെ അകന്നു നിൽക്കുന്നതായ അവരുടെ ജീവിതത്തിന്റെ സകല നന്മകളുടെ വിഷയങ്ങളും ഇപ്പോൾ തന്നെ അവരിലേക്ക് എത്തിവരുവാൻ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജനത്തെ അനുഗ്രഹിക്കുകയാണ് കർത്താവെ. അവരുടെ ഏത് ഭാരപ്പെടുന്ന വിഷയത്തിന്റെ നടുവിലാണോ ഇന്ന് അവർ കടന്നു പോകുന്നത്, അതിന്റെ മീതെ നിന്റെ ഹല്ലേലൂയ മേഘം വെളിപ്പെട്ടതുകൊണ്ട് സ്തോത്രം. എഗസ്കേലിനെ പുറപ്പെടുവിച്ച അതേ കരം യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ മക്കളുടെ മേലും കടന്നു വരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ജനത്തെ ഞങ്ങൾ ആശീർവദിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. Father, we decree and declare miracles of the Lord, the power of God to manifest over everyone's life around the globe now in Jesus' mighty name. Yes, Father God, let miracles happen now in Jesus' name. Let miracles happen now in Jesus' name. Let wholeness of God, healing virtue of Jesus be upon everyone. Oh yes, Lord, we pray. Let multitudes after multitudes be healed now in Jesus' name from whatsoever sickness, infirmities that they are going through in Jesus' name, Lord. Let there be suddenlies of God right now in everyone's life, oh Father God. ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതലുകൾ, അത്ഭുതകരമായ വിടുതലുകൾ ഓരോ വ്യക്തിയിലും, കുടുംബത്തിലേക്ക്, ദേശത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. അതേ കർത്താവ്, ഓരോ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നിന്റെ അനുഗ്രഹത്താൽ എല്ലാ കുടുംബങ്ങളും നിറയപ്പെടട്ടെ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ സമയത്ത് കർത്താവ് വീട്ടിൽ വിട്ട് പോയവരുണ്ട് കർത്താവ്, നാട് വിട്ട് പോയവരുണ്ട് കർത്താവ്, ദൂരെ പോയിട്ട് അവരെ കുറിച്ച് ഒരു അറിവുമില്ലാത്തവരുണ്ട് കർത്താവ്. ഉണങ്ങിയ അസ്ഥികൾ പോലെ കർത്താവ് എവിടെയോ ചെതറി കിടക്കുന്ന കർത്താവ്, ഇപ്പോൾ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ആ പ്രിയപ്പെട്ട മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മക്കൾ ഇറങ്ങി തിരികെ വരട്ടെ കർത്താവ്. അവരെ കുറിച്ചുള്ള വിവരം അറിയാതെ വിഷമിക്കുന്ന മാതാപിതാക്കളോട് കൂടെ ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നീ പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അപ്പോൾ തന്നെ വേർപാണ്ട ദുഃഖത്തിൽ വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിലുള്ള സമാധാനവും സന്തോഷവും അവരുടെ ഉള്ളിൽ വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആ നഷ്ടങ്ങൾ മാറക്കുമാർ ദൈവത്തിന്റെ പ്രവൃത്തി ആ കുടുംബത്തിന്മേൽ വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ. അതേ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഓരോ കുടുംബത്തിന്റെ മേലും ഇപ്പോൾ തന്നെ ശക്തമായ ദൈവ സാന്നിധ്യത്തിൽ അസാധാരണമായ ദൈവപ്രവൃത്തി കർത്താവേ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. വർഷങ്ങളായി ജോലിയില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കർത്താവേ വേഗത്തിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴികൾ തുറക്കപ്പെടട്ടെ കർത്താവേ. വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തുറക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സാമ്പത്തിക തകർച്ചയിലൂടെ പോകുന്നവരുണ്ട്, ജപ്തിയിലായിരിക്കുന്നവരുണ്ട്, അതിനിമിത്തം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട് കർത്താവേ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ ജപ്തി ആ കുടുംബത്തിൽ നിന്ന് മാറട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ യേശു തുറക്കുന്ന വഴി, യേശു തുറക്കുന്ന വാതിലുകൾ ക്ഷണത്തിൽ കർത്താവേ ആ കുടുംബങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവിൻ നിന്റെ നാമത്തിൽ ഓരോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ക്ഷണത്തിൽ ദൈവ
ദൈവശക്തി പുറപ്പെട്ടു പോയതുപോലെ ഈ സമയത്ത് കർത്താവേ യേശുവിന്റെ ശക്തി പുറപ്പെട്ടു പോകട്ടെ. അസാധാരണമായ രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. കിടക്കയിലായിരിക്കുന്ന രോഗികളുടെ മേൽ യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കിടക്ക വിട്ട് എഴുന്നേൽക്കട്ടെ. അതുപോലെ കർത്താവെ, നാളുകളായിട്ട് ഒരു ജോലിക്ക് ശ്രമിച്ച് ജോലി കിട്ടാതെ ഭാരപ്പെടുന്നവർക്ക് യേശുവിന്റെ നാമത്തിൽ പെട്ടെന്ന് കർത്താവെ ഇപ്പോൾ തന്നെ കർത്താവെ പുതിയ വഴികൾ, വാതിലുകൾ തുറക്കപ്പെടട്ടെ. കർത്താവെ, ഒരു ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് യേശുവിന്റെ നാമത്തിൽ പെട്ടെന്ന് കർത്താവിന്റെ കരം അവരുടെ വിശുദ്ധന് മേൽ ചലിക്കട്ടെ. സ്വന്തമായ ഭവനങ്ങൾ, വീടുകൾ അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പെട്ടെന്നുള്ള ദൈവപ്രവർത്തികൾ ഓരോ കുടുംബങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കുറേ പ്രയാസങ്ങളുണ്ട് എന്ന് സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാനിടയായി. അതിനുശേഷം എന്താണെങ്കിലും ഈ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ മഞ്ഞപ്പിത്തത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. വേഗത്തിൽ അതിനെ വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ തലച്ചോറിന് കേടായി എന്ന് ഉള്ള റിപ്പോർട്ടാണ് അവർക്ക് വന്നത്. പെട്ടെന്ന് ആ കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് സഹായം തേടേണ്ടി വന്നു. ഈ വിഷയത്തിന് മുമ്പിൽ ആരാണെങ്കിലും ഇളകിപ്പോകുന്ന സന്ദർഭത്തിലാണ് ഇവർക്ക് ബ്രെയിൻ കെയറിനെ കുറിച്ച് അറിയുവാനിടയായത്. ഇവിടെയൊക്കെ പ്രാർത്ഥന വിഷയം അറിയിച്ചു. നമ്മൾ ഒന്നുചേർന്ന് പ്രാർത്ഥിച്ചു. യേശു പരിപൂർണമായ സൗഖ്യത്തെ നൽകിക്കൊടുത്തു. പൈതൽ ക്ഷേമത്തോടെ ഭവനത്തിലായിരിക്കുന്നു. ഇവിടെ നമ്മൾ ഇന്ന് രാവിലെ വായിച്ച വചനം പോലെ, ഈ പകൽ കേട്ട വചനം പോലെ വേഗത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശു. ഞങ്ങളോട് ചേർന്ന് ഉറക്കെ പറഞ്ഞ്, എനിക്ക് വേണ്ടി വേഗത്തിൽ പ്രവർത്തിക്കുന്ന യേശു. ഒന്നിച്ച് കരമുയർത്തി പ്രവർത്തിക്കുന്ന, എനിക്ക് വേണ്ടി വേഗത്തിൽ പ്രവർത്തിക്കുന്ന യേശു. വേഗത്തിൽ പ്രവർത്തിക്കുന്ന യേശു. ഇതുപോലെ വെന്റിലേറ്ററിലായിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ലൈഫ് സപ്പോർട്ട് വേണ്ടിയവർക്കുണ്ട്, അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. ന്യൂമോണിയയിൽ ബാധിക്കപ്പെട്ടവരുണ്ട്, അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കോവിഡിനാൽ ബാധിക്കപ്പെട്ടവരുണ്ട്, അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. Let's all pray. The God of heaven will intervene in their lives now. God of heaven in Jesus is the God of now. Let's all pray together for the miracles, for the healing virtue, for the wholeness of them around the globe. Let people experience the power of God. ലോകം മുഴുവൻ ജീവിതങ്ങൾ യേശുവിന്റെ സൗഖ്യത്താൽ നിറയേണ്ടതിന് നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അതേ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ നാമത്തിൽ രോഗത്താൽ വിഷമിക്കുന്ന ഓരോരുത്തരെയും കർത്താവേ ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്ഷണത്തിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ സൗഖ്യം, അങ്ങ് നൽകുന്ന സ്വാതന്ത്ര്യം കർത്താവേ ഇപ്പോൾ അവരുടെ മേൽ വരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഐസിയുവിലായിരിക്കുന്നവരുണ്ട്, വെന്റിലേറ്ററിലായിരിക്കുന്നവരുടെ കർത്താവേ, 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ സാധിക്കത്തില്ല എന്ന് ഡോക്ടേഴ്സ് ഉപേക്ഷിച്ച വ്യക്തികളുണ്ട് കർത്താവേ. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ ദൈവശക്തി ഇപ്പോൾ കർത്താവേ
അവരെ സൗഖ്യമാക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ രോഗക്കിടക്കുകളെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ മാറ്റിവരിക്കുന്ന കർത്താവേ. ആമേൻ. കർത്താവ് കാൽവറിയിൽ തികച്ചെടുത്ത സൗഖ്യത്തെ ഇപ്പോൾ ഞങ്ങൾ അവരിലേക്ക് കൊണ്ടുവരുന്ന കർത്താവേ. വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള വിടുതലല്ല. ആമേൻ. പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമായി തീരട്ടെ. കോവിഡിനാൽ ബാധിക്കപ്പെട്ടവരുണ്ട് കർത്താവേ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമായി തീരട്ടെ. ദൈവശക്തിയാൽ അവർ നിറയട്ടെ, ദൈവിക സൗഖ്യത്താൽ അവർ നിറയട്ടെ. ആ ഭയം യേശുവിന്റെ നാമത്തിൽ അവരെ വിട്ടുമാറട്ടെ കർത്താവേ. ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെടുത്തുന്നതിനായി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മകൻ ഒരു കേസിൽപ്പെട്ട് 2 ദിവസമായിട്ട് ജയിലിലായിരുന്നു. നമ്മൾ എല്ലാ ദിവസവും പുരുഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പ്രത്യേകിച്ച് ജയിലിൽ കിടക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കായിരുന്നു. ഈ സമയത്ത് ഈ അമ്മ എറണാകുളത്ത് നിന്ന് മകന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ 12/11/2020 രാവിലെ 6:25 ഇവിടെ വിളിച്ചു പറഞ്ഞത് മകന്റെ നിരപരാധിത്വം തെളിഞ്ഞു, അവനെ പുറത്ത് വിട്ടു, പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. എല്ലാ മാസവും 2ാമത്തെ ആഴ്ചയിൽ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 6 മുതൽ 7 വരെയും വീണ്ടും 11 മുതൽ 12:30 വരെയുള്ള സമയത്ത് ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ പ്രേയിങ് കേരളയുടെ യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ ഉപവാസ പ്രാർത്ഥന എത്തിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം ലോക രാജ്യങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ആദ്യം ക്രിസ്ത്യൻ ടെലിവിഷൻ മേഖലയിൽ എത്തുന്നത് പ്രേയിങ് കേരള കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഇതിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ രൂപരേഖ, ഇതിൻ്റെ ഈ കാര്യങ്ങളെ നമ്മൾ ക്രമപ്പെടുത്തി എടുത്തിരിക്കുന്നത് നേരത്തെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ ടെലിവിഷൻ പ്രോഗ്രാമിനെ അധികരിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടല്ല നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇത് കർത്താവിൻ്റെ ആത്മാവ് തന്ന വെളിപ്പാടിലും ആലോചനയിലും മികവിലും നമ്മളിത് ചെയ്തിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം, യേശുവിൻ്റെ സിംഹാസനം അവിടെ കാണുന്നത്. യേശുവിൻ്റെ സിംഹാസനത്തിൻ്റെ പ്രത്യേകത അത് ഒരു ശവപ്പറമ്പല്ല. 24 മണിക്കൂറും 365 ദിവസവും 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും അവിടെ നടക്കുക. ഒന്ന് ആരാധന, ഇൻസെസന്റ് വർഷിപ്പ് ടു ദ ത്രോൺ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് നിരന്തരം പകലുകൾ പകൽ രാവുകൾ അവർ ദൈവത്തെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമുക്ക് സിയോൻ ഗീതാവിലുള്ള എല്ലാ പാട്ടുകളും പാടിയല്ല അവർ ദൈവത്തെ ആരാധിക്കുന്നത്. അത്യുന്നതനായ ദൈവത്തിന് മഹത്വം. യോഗ്യൻ worthy is the lamb who was and is to come. വന്നവനും വരാനിരിക്കുന്നവനും ഇരുന്നവനുമായ യേശുവിന് അവൻ യോഗ്യൻ. Again salvation belongs to the Lord. കർത്താവിന് holy അവൻ പരിശുദ്ധൻ എന്ന് യേശുവെ ആരാധിക്കുന്നു. 2 വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം റെവലേഷൻ ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 8 അത് എഴുതിയിരിക്കുന്നു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം ഇത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. പ്രേയിക്കലെ സംഭവിക്കുന്നത് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം സിനിമതരം പറയുക എന്ന വാക്കിൻ്റെ അർത്ഥം ആരോട് പറയുക? സൃഷ്ടിതാവിനോട് സൃഷ്ടി പറയുക. അത് കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള വ്യാഖ്യാനത്തിൽ ചിലപ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ആശയം അവിടെ വന്നു. നിലവിളിച്ച് ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന വിഷമങ്ങളുടെ മുമ്പിൽ നമ്മൾ നിലവിളിച്ച് പറയാറുണ്ട്. അപ്പോൾ അന്നേരം അതിനെ വ്യാഖ്യാനിച്ചപ്പോൾ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു വ്യാഖ്യാനം വന്നു. പക്ഷെ ആ വാക്കിൻ്റെ അർത്ഥം പറയുക, സംസാരിക്കുക, സിംപ്ലി സ്പീക്ക് എന്നുള്ളതേ ഉള്ളൂ. അതിന് ഒത്തിരി ആലങ്കാരിക പദങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കർത്താവേ, യേശുവേ ഒന്ന് വിളിച്ച് യേശുവേ ചങ്കിന് തട്ടുന്ന രീതിയിൽ ഒന്ന് കർത്താവേ എന്നെ സൗഖ്യമാക്കണം, എൻ്റെ കാര്യത്തിൽ അവിടുന്ന് മറുപടി നൽകി തരണം, എന്നെ അവിടുന്ന് ഉദ്ധരിക്കണം. ഇപ്പൊ ആ അമ്മ പറഞ്ഞില്ലേ, മകൻ ജയിലിൽ കിടക്കുക, നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു, കർത്താവിനെ വിടുവിച്ചു. എത്ര നല്ല വേറൊരു അമ്മയെ ഇവിടെ അറിയിച്ചിരിക്കുന്നത് മകന്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയാ ഈ അമ്മ പ്രേയിങ്കലിൽ പ്രാർത്ഥനാ വിഷയം അറിയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വാട്സപ്പിൽ 12/11/2020 12/11 ഇവിടെ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: മകന്റെ വിവാഹം നടക്കാൻ പ്രാർത്ഥിച്ചു, മകന്റെ വിവാഹം റെഡിയായി, പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. കാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേല് എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ തിരുവെഴുത്ത് ഭൂമി മുഴുവൻ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ 1000 കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ അവിടുന്ന് എന്നിൽ ഇറങ്ങി വസിക്കണമേ, എന്നിൽ ഇറങ്ങി വസിക്കണമേ, എന്നിൽ ഇറങ്ങി വസിക്കണമേ. പരിശുദ്ധാത്മാവേ എനിക്ക് അങ്ങ് ആവശ്യമാണ്, എന്നിൽ അവിടുന്ന് വസിക്കണമേ. Glory cover us, let the light of your river flow, let the truth of your kingdom reign in us, let the weight
glory. Let the weight of your glory fall. Let the weight of your glory cover us. Let the life of your rivers flow. Let the truth of your kingdom reign in us. Let the weight of your glory. സിനിമകളെ കർത്താവിന്റെ ആത്മാവിന്റെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തെ പുഷ്ടിയുള്ളതാക്കി മാറ്റുന്നു. തീച്ചുളയുടെ നടുവിലും അതിനെ മറികടക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് ഇത് കേവലം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിൽക്കരുത്. ഇതൊരു പ്രസംഗമായിട്ട് മാത്രം നിൽക്കരുത്. ബൈബിൾ പ്രസംഗിക്കാനുള്ള ഒരു പുസ്തകമായിട്ട് ഒതുങ്ങരുത്. പൗലോസ് എന്ന അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് റോമർ 1:16 I am not ashamed of the gospel of Jesus Christ. എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. അത് എവിടെയും എനിക്ക് പ്രസ്താവിക്കാം. അതിന്റെ കാരണം ഇതൊരു ഫിലോസഫി ആയതുകൊണ്ടല്ല, ഇതൊരു റാഷണൽ നമുക്ക് ഒത്തിരി ബൗദ്ധികമായ ആലോചനകൾ തരുന്നത് കൊണ്ടല്ല. പകരം ഇത് എഴുതിയിരിക്കുന്ന ഓരോ വാക്കും ദൈവശക്തിയായിട്ട് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു. I can experience and I am experiencing the power of the living God. ജീവനുള്ള ദൈവത്തിന്റെ ശക്തിയെ, സൃഷ്ടിതാവിന്റെ അത്യന്ത ശക്തിയെ തിരുവെഴുത്തിലൂടെ എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നു. ഇന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവവചനത്തിന് വേണ്ടി ഒരു ദാഹം എനിക്ക് തരണമേ. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഒരു ദാഹം എനിക്ക് നൽകി തരണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ അവിടുന്ന് ഇറങ്ങി വസിക്കണമേ. നാം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവേ, ഉപവാസ പ്രാർത്ഥന 1-ാം ദിവസം കർത്താവേ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വെള്ളിയും പൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല കർത്താവേ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ അഭിഷേകത്താൽ നിറവിനാൽ ഞങ്ങളെ അവിടുന്ന് പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ കർത്താവേ. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവശക്തിയായി അത് മാറട്ടെ കർത്താവേ. ദൈവശക്തി ഞങ്ങളുടെ ഓരോ കോശങ്ങളിൽ, ആത്മമണ്ഡലത്തിൽ, മാനസിക മണ്ഡലത്തിൽ അത് ജീവനായി, എഴുന്നേറ്റമായി, ഉയർപ്പായി തീരട്ടെ കർത്താവേ. ഞങ്ങൾ കർത്താവിന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ശക്തി ഓരോ കുടുംബങ്ങളിൽ, ഓരോ വ്യക്തികളിൽ നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഉപവാസ പ്രാർത്ഥന 1-ാമത്തെ ദിവസം നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന വിഷമങ്ങളും വേദനകളും ഒക്കെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് പ്രാർത്ഥന ആവശ്യങ്ങൾ അറിയിക്കുന്നു. ഇപ്പോൾ ഫോണിൽ വന്നത് നമ്മൾ എഴുതിയെടുത്ത വിഷയങ്ങളാണ് നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്നത്. ദിവസം 12-ാം തീയതി 12/11/2020 എഴുതിയെടുത്ത പ്രാർത്ഥന വിഷയങ്ങളാണ് ഇത്. ഇത്രയും അധികം ആളുകൾ വിളിക്കുമോ എന്ന് ഞാൻ തന്നെ ചോദിക്കുന്ന ഈ സന്ദർഭത്തിൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിന് ഒരു കാര്യവും ഇത് വിളിക്കുന്നവർ വിളിച്ചുകൊണ്ടിരിക്കുകയല്ല, പകരം അവർ ദൈവശക്തി അനുഭവിക്കുന്നു. താങ്കളുടെ ജീവിതത്തിൽ എവിടെയാണോ ദൈവശക്തി വരേണ്ടത്, ഇന്ന് പകൽ പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് ഈ വിലപ്പെട്ട വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു, അവരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇവർ ലോകത്തിന്റെ ഏതു രാജ്യത്ത് പാർക്കുന്നെങ്കിലും യേശുവിൻ നാമത്തിന്റെ വിടുതലിനെ, സൗഖ്യത്തെ, നന്മയെ, അനുഗ്രഹത്തെ അവരുടെ മേൽ കൊണ്ടുവരുന്നു. മീതെ ആകാശത്തിൽ അനുഗ്രഹങ്ങൾ, കീഴെ ഭൂമിയിലെ അനുഗ്രഹങ്ങളാൽ അവർ ഓരോരുത്തരും നിറയപ്പെടേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We bless everyone in Jesus' mighty name. Wherever your people are, oh God, let the intervention of the Lord happen now as we pray in Jesus' name, oh Father God. Especially, Lord, we pray for people who are on ventilator and life support, Lord. In Jesus' name, we declare wholeness of the Lord over them. We bring the wholeness of Jesus over them, Father God. Bless us together, Lord, in Jesus' name. യേശുവിന്റെ നാമത്തിൽ പിതാവേ, കർത്താവിൽ തന്നെ ആശ്രയിക്കുക. നമ്മൾ കേട്ട തിരുവെഴുത്തിൻ പ്രകാരം നമുക്ക് വേണ്ടി വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഈ യേശുവിൽ തന്നെ ആശ്രയിക്കുക. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയുമാ. യേശുവിൽ തന്നെ ആശ്രയിക്കുക.